ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് സാധനങ്ങൾ കുറേ എണ്ണം നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ അലങ്കോലായി കിടക്കാൻ കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം. നമുക്ക് പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ. അതാണ് വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് വിചാരിച്ച് സംശയിച്ച് നിന്നിട്ട് സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ വിചാരിച്ചു ഏതായാലും എടുക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ എന്തൊക്കെയാണെന്ന്. ഇത് നമ്മളെ എന്താണ് സാമ്പാർ പരിപ്പ്. ഇത് മറ്റേ നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കണ പരിപ്പ്. അമ്മ അതിനെന്താ പറയാ? അമ്മ അതിനെന്താ പറയാ? പരിപ്പോടെ ഉണ്ടാക്കണ പരിപ്പിന് കടലപ്പരിപ്പ്. ഇത് നമ്മളെ പൊട്ടുകടല, ഇത് മല്ലി, ഇത് മട്ടരി, ഇത് ഉഴുന്ന്, പിന്നെ ഇത് എന്താ മസൂർ ദാലോ എന്തോ പറയില്ലേ, എന്തായാലും ഈ ചുമന്ന പരിപ്പ്. ഇതെല്ലാം ചോദിച്ചാൽ ഒരു ഇതിനൊരു സ്പൂൺ വെച്ചാൽ എടുത്ത് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ലേ? അതെ. ഈ ടീസ്പൂണ് കുറേ അര ടീസ്പൂൺ വേണ്ട സാധനങ്ങളുണ്ട്. കടുക്, ഉലുവ, കുരുമുളക്, ജീരകം, പിന്നെ 3 വറ്റൽമുളക്, കറിവേപ്പില അമ്മ ഒരു മരം ഇവിടെ പുഴക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇത്ര വേണ്ട. 2 പട്ട, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. അപ്പോൾ ആദ്യം ഇത്രയും സാധനങ്ങളൊന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ സാധനങ്ങളും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുളകിൻ്റെ ഞെട്ടി കളയുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ജാറിലേക്ക് ഇടുക. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കായത്തിൻ്റെ പൊടി. മുളക് പൊടി കാശ്മീരി പൗഡർ ആണെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ എൻ്റെ അടുത്ത് കാശ്മീരി പൗഡർ ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ മുളക് പൊടി ഒഴിവാക്കുക. കാരണം ഈ മുളകിന് നല്ല എരിവുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ജാറിലിട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാ സാധനങ്ങളും സെറ്റാണ്. ഒരു ഇത്തിരി മുളക് പൊടി മാത്രം ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി കാശ്മീരി ഇല്ലാത്തതുകൊണ്ടാണ്. കാശ്മീരി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇടാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് അടിച്ചെടുക്കട്ടെ, അല്ല പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ കേട്ടോ നമ്മൾ സാമ്പാർ പൊടി ഇവിടെ പൊടിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതും കമ്പയർ ചെയ്യാൻ വേണ്ടി കണ്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് വേഗത്ത് നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളെ പൊടിക്ക് കളറില്ല. പക്ഷെ ബാക്കി സ്മെല്ലൊക്കെ അടിപൊളിയുണ്ടോ. നല്ല കായത്തിൻ്റെയും ആ ഉലുവേൻ്റെ ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് നല്ല അടിപൊളി ഒരു സാമ്പാർ പൊടിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ പൊടി ഏറെക്കുറെ റെഡി ആയിട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ഞാൻ അപ്പുറത്ത് ഒറിജിനൽ സാമ്പാർ പൊടീൻ്റെ ബോട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടും കൂടെ സ്മെല്ല് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്മെല്ലൊക്കെ ഒരേപോലെയാണ്, കളറ് മാത്രം കുറവാണെന്നുള്ളത്. ഇതിനകത്ത് മുളക് കൂട്ടിയിട്ടില്ല, അങ്ങനെ മുളക്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുപോലെ എന്തോ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.